Hello, welcome to anooptube. നമ്മളിന്ന് നോക്കുന്നത് C++ലുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവർലോഡിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓവർലോഡിങ്ങിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓവർലോഡിങ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നുള്ളത്? കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർലോഡിങ്ങും. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മൾ ടൈപ്പ് ഓവർലോഡിംഗ് ആണ് നമുക്ക് C++ൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ്? അതായത് നമുക്ക് C++ൽ നമുക്ക് കുറേ ഓപ്പറേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സം സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർലോഡ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഡെഫിനിഷനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് സിംപിളി നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിംപിളി നമ്മൾ പറയുകയാണെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ നമുക്കുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമുക്ക് രണ്ട് ഇൻറ്റിജർ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിനെ കൂട്ടാനാണെങ്കിൽ അത് പ്ലസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ പ്ലസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനായിട്ട് പ്ലസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഒരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കണം വിചാരിക്കുക. ഓക്കെ, ആ ക്ലാസിൻ്റെ രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലസ് എന്ന് പറഞ്ഞ സിമ്പൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ അത് കുറച്ച് വിയർഡായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സിമ്പിളി ഒരു പ്ലസ് എന്ന് വിളിച്ചിട്ട് നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും വളരെ ബെറ്റർ ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഫീച്ചർ നമുക്ക് C++ൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളല്ല, C++ൻ്റെ ഡെവലപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു സംഭവം നമുക്ക് നോക്കാം. അതായത് നമ്മൾ പുതിയൊരു ക്ലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, കോംപ്ലക്സ് ക്ലാസ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് കോംപ്ലക്സ് നമ്പർ. ഒരു ഇമാജിനറി നമ്പറും ഒരു റിയൽ നമ്പറോട് മിക്സിന് പറയുന്ന പേരാണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ A+IB എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയില്ലേ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സിൻടാക്സസ് നമുക്കുണ്ട്. അപ്പോൾ ആ സിൻടാക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. അപ്പോൾ ആ ഓപ്പറേറ്റർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. ആദ്യം റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേറ്റർ എന്ന് എഴുതും. ഓപ്പറേറ്റർ എന്ന് എഴുതിയതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം വീണ്ടും ആ ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ആയിരിക്കും ഓവർലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് ഉണ്ടായിരിക്കും, മൈനസ് ഉണ്ടായിരിക്കും, എന്തായാലും ഇരിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് എഴുതും. ഓക്കെ, ആ ഓപ്പറേറ്റർ സിമ്പൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ഇടും. ആ ക്ലോസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. ഓക്കെ, ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബേസിക്കലി നമ്മൾ എഴുതുന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്തായിരിക്കും നമ്മൾ ബോഡി. ഓക്കെ, ബോഡി എഴുതും. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് എഴുതും. അതിനുശേഷം നമുക്ക് റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കും, റിട്ടേൺ വാല്യൂ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. സിമ്പിളാണ്. ഒരു ഫംഗ്ഷൻ, ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡൗട്ട് വരും അല്ലേ. അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സിമ്പിൾസും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ സിമ്പിൾസും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് പ്ലസ്, മൈനസ്, ആൻഡ് ലെസ് ദാൻ സിമ്പിൾ, ആൻഡ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ആൻഡ് പ്ലസ് പ്ലസ് സിമ്പിൾ, മൈനസ് മൈനസ് സിമ്പിൾ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റർ സിമ്പിൾസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുകൂടി അറിഞ്ഞിരിക്കണല്ലോ. അപ്പോൾ ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത സിമ്പിൾസാണ് ഡോട്ട് ഓപ്പറേറ്റർ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കാണ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഈ സിമ്പിൾ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ, എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാവുന്ന ബേസിക് ആയിട്ടുള്ള സിമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എത്ര ടൈപ്പ് നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ് അവൈലബിൾ ആണെന്നാണ്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓവർലോഡിങ് യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഒരു പാരാമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആയിരിക്കും ഉണ്ടാവുക നമുക്ക്. ഓക്കെ, ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ പ്ലസ് പ്ലസ്, നമ്പർ മൈനസ് മൈനസ് എന്ന് പറയുന്നത് അതിൽ ഒരു ഓപ്പറൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് അതിൽ 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ A+B, A-B എന്നൊക്കെ പറയുന്നത് 2 ഓപ്പറൻസ് തമ്മിലായിരിക്കും ഓപ്പറേഷൻ നടക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് കോംപ്ലക്സ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ക്ലാസ്സുകൾ എന്താണ്, ഫംഗ്ഷൻസ് എന്താണെന്നെല്ലാം ഓൾറെഡി അറിയാവുന്ന ഒരു കൺസ്ട്രക്ടർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നില്ല. സോ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കൺസ്ട്രക്ടേഴ്സ് ഉണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ 2 പ്രോപ്പർട്ടീസ് ഉള്ളത്, ഒന്ന് റിയൽ നമ്പറും ഒന്ന് ഇമാജിനറി നമ്പറും. അപ്പോൾ നമുക്ക് ആ കോംപ്ലക്സ് നമ്പറിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A+IB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എഴുതുന്നത് കോംപ്ലക്സ് C ഓഫ് 10,20. ഓക്കെ, അതിനുശേഷം C.പ്രിൻ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. ന്യൂ ടെർമിനൽ G++ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് .cpp. ഓക്കെ, അതൊരു പ്രശ്നമുണ്ട്, നമ്മൾ സിമ്പിൾ ഇടാൻ മറന്നുപോയി. ഓക്കെ, സെമിക്കോളൻ ഇടാൻ മറന്നുപോയി. ./a.out. ഓക്കെ, അപ്പോൾ 10+IB എന്ന് പറഞ്ഞിട്ട് I20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട്. A+IB ഫോർമാറ്റിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ ഇവിടെ 2 കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കാൻ പോകട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈ ഒരു C2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ കൂടി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കോംപ്ലക്സ് നമ്പർ C2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കോംപ്ലക്സ് നമ്പർ C2, റിയൽ നമ്പർ എന്ന് പറയുന്നത് 5 ആയിട്ടും ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത് 10 ആയിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ പുതിയൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ C1നെയും C2നെയും കൂട്ടിയിട്ടൊരു പുതിയ നമ്പറാണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ കോംപ്ലക്സ് C3 = C1 + C2 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എറർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എറർ നോക്കാൻ വേണ്ടിയിട്ട് G++ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം കാണും പറ്റും കണ്ടോ, നോ മാച്ച് ഫോർ ഓപ്പറേറ്റർ പ്ലസ്. ഓക്കെ, ഓപ്പറൻറ്റ് ടൈപ്സ് ആർ കോംപ്ലക്സ്. അപ്പോൾ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഓപ്പറൻസിന് ഓപ്പറേറ്റർ നമുക്ക് അവൈലബിൾ അല്ല. അതായത് നമുക്ക് ഓൾറെഡി CPPയിൽ നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് കൂട്ടാനുള്ളൊരു ഓപ്പറേറ്റർ നമുക്ക് അവൈലബിൾ അല്ല. അതായത് C++ന് അറിയില്ല ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ബൈനറി ഓപ്പറേറ്റർ ആണല്ലേ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യും. ആ വാല്യൂ എന്തായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 2 കോംപ്ലക്സ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സ് എന്ന് എഴുതി അതിൻ്റെ റിട്ടേൺ ടൈപ്പ് അതാണ്. അതിനുശേഷം ഞാൻ ഓപ്പറേറ്റർ എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് ഇട്ടിട്ട് പ്ലസ് എന്ന് എഴുതി. അതിനുശേഷം ഞാൻ ഒരു ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, സിമ്പിളായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഉള്ളിലോട്ടൊരു കോംപ്ലക്സ് നമ്പർ കൂടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പറൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പറൻ്റ് ഉണ്ട്, 2 ഓപ്പറൻ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ C1 എന്ന് പറഞ്ഞ ഓപ്പറൻറ്റിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് C2 കൂടി കോൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ C2 എന്ന് പറയുന്ന സംഭവമായിരിക്കും അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺസ്റ്റ് കോംപ്ലക്സ് റെഫറൻസ് C എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോകുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. അതായത് C1 + C2 എന്ന് പറയുന്നത് C2 എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ C2 എന്ന് പറയുന്നത് ശരിക്കും എന്തായാലും ഒരു കോംപ്ലക്സ് ആണ് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട്ട് പോകുന്ന എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആർഗ്യുമെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2 ആർഗ്യുമെൻറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതായത് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന C1ൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഒപ്പമായിരിക്കും നമ്മളിത് കോൾ ചെയ്യാൻ പോകുന്നത്. C1 + C2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ C1ൻ്റെ പ്ലസ് ഓപ്പറേറ്റർ ആയിരിക്കും കോൾ ചെയ്യുക, അതിൻ്റെ ഒപ്പം C2നെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ പുതിയൊരു കോംപ്ലക്സ് നമ്പർ നമ്മളിവിടെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലക്സ് റെറ്റ് എന്ന് എഴുതിയതിനു ശേഷം റെറ്റ് ഡോട്ട് റിയൽ = C.real പ്ലസ് റിയൽ, നമ്മുടെ ഇതിലത്തെ റിയൽ. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ്സിനകത്തുള്ള റിയൽ.
ഓക്കെ, അതോട് കൂട്ടി വെച്ചു. അതിനുശേഷം റെറ്റ് ഡോട്ട് ഇമാജിനറി ഈക്വൽ ടു സി ഡോട്ട് ഇമാജിനറി പ്ലസ് ഇമാജിനറി. ഓക്കെ, അപ്പോൾ 2 നമ്പർ കൂട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കോംപ്ലക്സ് നമ്പറിലോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, സിമ്പിളായിട്ട് കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം റിട്ടേൺ റെറ്റ്. അപ്പോൾ നമ്മൾ പുതിയൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 നമ്പർ കോംപ്ലക്സ് നമ്പറോട് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, പുതിയൊരു കോംപ്ലക്സ് നമ്പറായിട്ട് റിട്ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രശ്നം വരില്ല. ഓക്കെ, നമ്മളിവിടെ C3 പ്രിൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. C3 ഡോട്ട് പ്രിൻ്റ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റർ ഇവിടെ ഓവർലോഡ് ആയിട്ടുണ്ടാവും. G++ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഡോട്ട് CPP വിളിച്ചപ്പോൾ നമുക്ക് എററൊന്നുമില്ല. ഇനി ./a ഡോട്ട് ഔട്ട് വിളിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, 15 + 30 ആയി എന്ന് വന്നിട്ടുണ്ടല്ലേ. കാരണം എന്താണ്, നമ്മൾ 10ഉം 20ഉം 5 20 5 10 നമ്മൾ ചെയ്ത്. അപ്പോൾ 10 5ഉം കൂട്ടിയിട്ട് 15ആയി, 20ഉം 10ഉം കൂട്ടിയിട്ട് 30ആയി. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റർ എങ്ങനെയാണ് ഓവർലോഡ് ചെയ്യാന്നൊരു ഐഡിയ കിട്ടി. എന്തിനാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റർ പ്ലസ് പോലെ തന്നെ ഓപ്പറേറ്റർ മൈനസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിനെ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് ഓപ്പറേറ്റർ എന്നുള്ള പ്ലസിന് പകരം എന്ത് ചെയ്താൽ മതി, മൈനസ് ആക്കി കൊടുക്കുക. ഇവിടെ പ്ലസിന് പകരമുള്ളത് മൈനസ് ആക്കുക. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുക. കാരണം 2 കോംപ്ലക്സ് നമ്പേഴ്സ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 ഓപ്പറേറ്റർ മൈനസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുതിയത് C3 ഉണ്ടാക്കിയ പോലെ തന്നെ ഞാൻ C4 ഉണ്ടാക്കാൻ പോവാണ്. C4 അതിനുശേഷം മൈനസ് യൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം G++ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് A ഡോട്ട് ഔട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റും 15 + 30. ഓക്കെ സോറി, ഇവിടെ C3 ഡോട്ട് പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ C4 ഡോട്ട് പ്രിൻ്റാണ് നമ്മൾ അടിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം G++ വിളിക്കുക, അതിനുശേഷം A ഡോട്ട് ഔട്ട് വിളിക്കുക. അപ്പോൾ -5 I -10 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ആവുന്നുണ്ടല്ലേ. അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, മൈനസ് ഓപ്പറേറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശേഷം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ബൈനറി ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് യൂണറി ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക്കായിട്ട് വരും, അതായത് യൂണറി ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.